ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മത്തങ്ങ കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് മത്തങ്ങ ഞാനിപ്പോൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മത്തങ്ങ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ച് ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിന് വേണ്ടുന്ന അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്കിതിനൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ടൊന്നും നമ്മൾ അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പാച്ചില കൊണ്ട് തന്നെ ഇതിലെ കുറച്ച് നമുക്കിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. മുഴുവനും ഉടച്ചു കൊടുക്കേണ്ട, കുറച്ച് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതും കൂടി കലക്കി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കറിക്ക് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് നമുക്ക് ഈ കറി വേണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇളക്കി കൊടുത്ത് വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കറി ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിപ്പോൾ ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ തേങ്ങ ചിരകിയ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ഇളക്കി കൊടുത്ത് തേങ്ങ ഒരു ചെറിയ ഗോൾഡൻ കളറായി വരുന്ന വരെ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.